Hello my dear students, welcome back our Hindi class. Today I am going to start the next lesson, our last lesson of this year, 17th lesson. Okay, name of the lesson, Baj Aur Sam. Did you heard about Baj? Baj means eagle, parundu, that's Baj. Baj Aur Sam, it's a story, this story. Sam means snake. ഇവിടെ ബാജ് ഔ സാംബ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ക്യാരക്ടർ. ബാജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇവിടുത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് സാഹസികമായ ഒരു സാഹസികമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പക്ഷെ സാംബ് എന്ന് പറഞ്ഞാൽ ഒരു ഭീരുവാണ്. എന്ന് വെച്ചാൽ ഒരു ചുപ്ച ആലസ്യം, ഒരു മടിയനായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ബാജ് എന്ന് പറയുന്നത് ഒരുപാട് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഇവിടെ ആരാണ്? ബാജ്. ബാജ് എന്ന് പറഞ്ഞാൽ ഈഗിൾ. ലുക്ക് ഓൺ യുവർ ലെസൺ. समुद्र के किनारे ऊंचे पर्वत की अंधेरी गुफा में एक सांप रहता था. അതായത് സമുദ്രത്തിൻ്റെ തീരത്ത് ഒരു ഊഞ്ചെ പർവ്വതം, ഒരു ഉയർന്ന ഒരു പർവ്വതത്തിലെ അന്ധേരി ഗുഹാമി, ആ പർവ്വതത്തിലെ ഡാർക്ക് ആയിട്ടുള്ള ഒരു കേവിൽ ആര് താമസിച്ചിരുന്നു? സാം. समुद्र की तूफानी लहरें धूप में चमकती चिलमिलाती और दिन पर पर्वत की चट्टानों से टकराती रहती. അതായത് സമുദ്രത്തിൻ്റെ തീരത്താണ് ഇങ്ങനെ ആ ഒരു കേവിൽ, ഒരു ഇരുട്ട് നിറഞ്ഞ ഒരു കേവിലാണ് ഈ സ്നേക്ക് ലീവ് ചെയ്യുന്നത്. സമുദ്രത്തിൻ്റെ വേവ്സ് ഒക്കെ, തിരമാലകളൊക്കെ എന്താണ് നല്ലത് തിളങ്ങുന്നുണ്ട്. അതായത് സൂര്യൻ്റെ നല്ല പത പോലെ നല്ല തിളങ്ങി വരുന്നല്ലോ. അങ്ങനെ സമുദ്രത്തിൻ്റെ തിരമാലകളൊക്കെ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചട്ടാനോമേ ടക്കരാത്തി എന്ന് വെച്ചാൽ പാറക്കല്ലിൽ വന്ന് അടിച്ചു കൊള്ളുകയാണ്. പർവ്വതക്ക് അന്ധേരി ഘാട്ടിയോമേ ഏക് നദി ഭി ബഹതി थी. പർവ്വതത്തിൻ്റെ അന്ധേരി ഘാട്ടി എന്ന് വെച്ചാൽ രണ്ട് പർവ്വതങ്ങളുടെ ഇടയിലായിട്ടുള്ള ആണ് നമ്മൾ ഘാട്ടി എന്ന് പറയും, വാലീസ്. ആ വാലീസിലൂടെ അന്ധേരി ഘാട്ടി എന്ന് പറഞ്ഞാൽ രണ്ട് മൗണ്ടൻസ് നിൽക്കുമ്പോൾ എന്തായാലും അതിൻ്റെ മിഡിൽ എന്താണ്? ഇരുട്ടായിരിക്കും, ഡാർക്ക്നെസ് ആയിരിക്കും. അപ്പോൾ അതിലൂടെ എന്തൊഴുകുന്നുണ്ട്? നദി ഭി ബഹതി രഹി, ഒരു നദിയും ഒഴുകുന്നുണ്ട്. അപ്പിനെ രാസ്തേ പർ ബിഖരെ പത്തരോംകോ തോത്തി. ആ നദികൾ എന്താണ്? പോകുന്ന വഴിയിൽ എന്ത് ചെയ്യുന്നു? ബിഖരെ പത്തരോംകോ തോത്തി, അതായത് ഒരുപാട് പത്തർ സ്റ്റോൺസ് ഒക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു. അതിനെല്ലാം തോത്തി, അതിനെല്ലാം മറികടന്ന് ഷോർ മച്ചാത്തി ഹുയി നദി ബഡേ സോസെ സമുദ്രയ്ക്ക് ഓർ ലബക്തി ജാത്തി. അതായത് വളരെയധികം സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ രണ്ട് പർവ്വതത്തിൻ്റെയും ഇടയിലൂടെ, ഈ നദിയിലൂടെ ഈ വെള്ളം വന്നിട്ട് ഈ പാനി എവിടെ വരുന്നത്? സമുദ്രത്തിൽ വന്നു ചേരുന്നത്. ജിസ് ജഗഹ പർ നദി ഔർ സമുദ്ര കാ മിലാപ് ഹോത്താ ഹെ. ആ ഒരു പ്ലേസിലാണ് സമുദ്രത്തിൻ്റെയും നദിയുടെയും എന്താണ്? സംഗമ സ്ഥലമാണ്. വഹാ ലഹരെ ദൂത് കെ ചഗ് സെ സഫേദ് ദിഖാത്തെ. ശരിക്കും ആ ഒരു പ്ലേസിൽ അവിടുത്തെ എന്താണ്? ലഹര എന്ന് വെച്ചാൽ വേവ്സ് എന്ത് കളറായിരിക്കും എന്നറിയാമോ? മിൽക്കിൻ്റെ കളറായിരിക്കും, നല്ല പാല് പോലെ പതഞ്ഞായിരിക്കും കാണപ്പെടുന്നത്. അപ്പനി ഗുഫാമേം ബൈഠേ ഹുവേ സാംബ് സബ് കുച്ച് ദേഖ കർത്ത. ആ ഒരു ഗുഫയിൽ കേവിൽ സാംബ് ഇരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ലഹരോങ്ക ഗർജൻ, വേവ്സിൻ്റെ ആ ഒരു ഗർജൻ. ആകാശമേം ചിപ്തി ഹുയി പഹാഡിയ. അതായത് ആകാശത്തിൽ മറഞ്ഞിരിക്കുന്ന എന്താണ്? പഹാഡിയാം. ആകാശമേം ചിപ്തി ഹുയി പഹാഡിയ എന്ന് പറഞ്ഞാൽ ആകാശം ഈ മൗണ്ടൻസിൽ നിൽക്കുന്നതുകൊണ്ട് ആകാശത്തിന് ഇങ്ങനെ മറച്ചിരിക്കുകയാണ്. ദെൻ ഠേടി മേടി ബൽ ഖാത്തി ഹുയി നദിക്ക് ഗുസ്സെ സെ ഭരി ആവാസെ. എന്താണ്? ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞ് എന്താണ്? നദികളിങ്ങനെ പോവുകയാണ്. എന്താണ്? ഗുസ്സെ ഭരി ആവാസെ, വളരെയധികം ദേഷ്യത്തോടെ പോകുന്ന ആ ഒരു സൗണ്ടൊക്കെ എന്താണ്? ഈ സാമ്പിന് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. बहु मन ही मन कुछ होता था कि इस गर्जन तर्जन के होते हुए भी वह सुखी और सुरक्षित है. മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ്? ഒരു സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? ഈ നദിയുണ്ട്, സമുദ്രമുണ്ട്. അപ്പോൾ എന്താണ്? ഈ സ്നേക്ക് അവിടെ തന്നെയാണ് ലീവ് ചെയ്യുന്നത്. സബ്സെ അലഗ് സബ്സെ ദൂർ വഹ അപ്പനെ ഗുഫാമേ ക സ്വാമി ഹെ. എന്ന് വെച്ചാൽ അവൻ തന്നെയാണ് ആ ഒരു ഗുഫയിലെ സ്വാമി, അവൻ തന്നെയാണ് ആ ഒരു ഗുഫയിലെ ലീഡർ, വേറെ ആരുമില്ല. നാ കിസി സെ ലേന നാ കിസി സെ ദേന. ആർക്കൊന്നും കൊടുക്കണ്ട, ആരുടെയും ഒന്നും വാങ്ങിക്കണ്ട. ദുനിയാക്കി ഭാഗ് ദൗഡ് ചീന ചപ്പടി സെ വഹ ദൂർ ഹെ. അതായത് ദുനിയയിലെ എന്താണ്? ഓട്ടപ്പാച്ചിലും ആ ഒരു പിടിച്ചു പറയും അതൊന്നും അവന് ഒന്നും അറിയത്തില്ല. ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അവനറിയുന്നില്ല. സാം കെലിയെ ഈ സബ്സെ ബഡാ സുഖത. സാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം സുഖകരമായുള്ള ഒരു ജീവിതമാണ്. एक दिन एकाएक आकाश में उड़ता हुआ खून से लथपथ एक बाज शाम की उस गुफा में आ गिरा. ഒരു ദിവസം പെട്ടെന്ന്, എക്കായക് മീൻസ് സഡൻലി, പെട്ടെന്ന് ആകാശമേ ഉട്ടാ ഹുവ, ആകാശത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന എന്താണ്? ഒരു കൂൺ സേ ലഥപത്, അതായത് ബ്ലഡ് കൊണ്ട്, അതായത് ദേഹം മുഴുവൻ ബ്ലഡിൽ നനഞ്ഞ ഏക് ബാജ് സാമ്പ് ഉസ് ഗുഫാമേ ആഗ്ര. ആകാശത്ത് പറന്നുകൊണ്ടിരുന്ന സമയത്താണെന്നു പെട്ടെന്ന്
ഗുഫയിലെ അടുത്തായിട്ട്, സാമ്പിൻ്റെ ഗുഫയുടെ അടുത്തായിട്ട് ബ്ലഡിൽ നനഞ്ഞ് ഒരു ബാജ് താഴോട്ട് വീണു. ഉസ്കി ഛാതി പർ കിത്തനെ ഹി ജഖ്മോങ്കെ നിശാത്തെ, അതായത് അതിൻ്റെ ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ വന്ന് വീണു. അപ്പോൾ ഇതിന് ഇത്രയും ഭാഗത്തായിട്ട് എന്താണ് ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ട്, ഇഞ്ചുറീസിൻ്റെ മാർക്കുണ്ട്, പാടുണ്ട്. അതാണ് നിശാൻ. ജഖ്മോം എന്ന് പറഞ്ഞാൽ ഇഞ്ചുറി. പങ്ക് ഖൂൻ സെ സനെ थे और वह अधमरों से जोर से हाँफ रहा था, അതായത് ലീവ്സ് ഒക്കെ എന്താണ് അതിൻ്റെ ലീവ്സ് അല്ല വിങ്സ് ഒക്കെ എന്താണ് ബ്ലഡിൽ കൊണ്ട് നനഞ്ഞിരിക്കുകയാണ്. और वह अधमरा सा जोर से हाँफ रहा था, എന്താണ് ഹാഫ് ആയിട്ട് എന്താണ് അത് ശരിക്കും എന്താണ് മരിച്ചിരിക്കുകയാണ്, അതായത് ഹാഫ് ഡൈഡായിട്ട് തോന്നുന്നു അതിനെ കണ്ടിട്ട്. അന്ന് എന്നിട്ട് എന്താണ് വിറയ്ക്കുന്നുണ്ട്. ഹാഫ് രഹാത്ത എന്ന് പറഞ്ഞാൽ വളരെയധികം വിറയ്ക്കുന്നുമുണ്ട്. जमीन पर गिरते ही उसने एक दर्द भरी चीख मारी और पंखों का फटफटाता हुआ, അതായത് ജമീൻ പർ ജമീനിൽ താഴെ വീണു. എന്നിട്ട് എന്താണ് ഉസ്കെ ഏക് ദർദ് ഭരി, എന്താണ് വളരെയധികം വേദനാജനകമായ ഒരു കരച്ചിൽ കേട്ടു. ചീക്ക് മാരി അവർ പങ്കോങ്ക ഫട്ഫടാത്ത എന്ന് വെച്ചാൽ എന്താണ് ഈ ചിറകളെല്ലാം ഇട്ട് ചിറകിട്ടടിക്കുന്ന സൗണ്ട് കേട്ടു. ധർത്തി പർ ലോട്ട്നെ ലഗ, എന്താണ് ഭൂമിയിലേക്ക് താഴെ വീണ്ടും ഇങ്ങനെ ചിറകിട്ടടിക്കുകയാണ്. ഡർസെ സാമ്പ് അപ്പനെ കോനെ മേം സിംഗുഡ് ഗയ, എന്താണ് ഈ സാമ്പ് എന്ത് ചെയ്തു, ഇത് പേടിച്ചു പോയി ഇതിൻ്റെ സൗണ്ട് കേട്ടിട്ട്. എന്നിട്ട് പേടിച്ച് ചുരുണ്ടിരുന്നു ഒന്നും കൂടെ. किंतु दूसरे के क्षण उसने फांब लिया कि बाज जीवन में अंतिम सांसों के गिन रहा था. പക്ഷേ അറ്റ് ദ എൻഡ് അവൻ റെക്കഗ്നൈസ് ചെയ്തു എന്താണ് ഈ ഒരു ബാജ് എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഡെത്ത് ഇപ്പോൾ നടക്കുക, അതിൻ്റെ ഡെത്ത് ഫേസ് ചെയ്തിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അതിൻ്റെ ലാസ്റ്റ് ബ്രീത്താണ് അത് എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായി. एक सोचकर उसकी हिम्मत बंदी और वह रेंगता हुआ उस घायल പക്ഷി, അതായത് एक सोचकर ഇത് ചിന്തിച്ചിട്ട് ഉസ്കി ഹിമ്മത്ത് അതിൻ്റെ ധൈര്യവും और रेंगता हुआ उस घायल പക്ഷി के അത് കണ്ടപ്പോഴാണ് സാമ്പിന് ധൈര്യം തോന്നിയതും അതിൻ്റെ അടുത്തോട്ട് രംഗന മീൻസ് ഇഴഞ്ഞു വന്നിട്ട് ആ ഇഞ്ചേർഡ് ആയിട്ടുള്ള ആ പക്ഷിയുടെ അടുത്ത് വന്നു. ഉസ്കി तरफ कुछ देर तक देखता रहा, കുറച്ച് നേരം നോക്കിക്കൊണ്ടിരുന്നു. फिर मन ही मन कुछ होता हुआ बोला, മനസ്സിൻ്റെ ഉള്ളിൽ സങ്കടം ഒരു സന്തോഷം പോലെ വന്നിട്ട് ചോദിച്ചു, ക്യോ ഭായി ഇത്തിനി ജൽദി മരണയ്ക്ക് തയ്യാറി കറില്ലേ, എന്താ ബ്രദർ ഇത്ര പെട്ടെന്ന് മരിക്കാൻ പോവുകയാണോ? ബാജിനെ ലംബി ആഫരി, പെട്ടെന്ന് ബാജ് പെട്ടെന്നൊരു നല്ലൊരു ഡീപ്പായിട്ടുള്ള ബ്രീത്ത് എടുത്തു. ऐसा ही दिखता है कि आखिरी बेड़ी खड़ी आ पहुंची लेकिन मुझे कोई शिकायत नहीं. ഐ തിങ്ക് എന്താണ് എനിക്ക് എൻ്റെ ലാസ്റ്റ് ബ്രീത്ത് വന്നു കഴിഞ്ഞു, എൻ്റെ ലാസ്റ്റ് മൊമെൻറ്റ്സ് ആണ്, എൻ്റെ ലൈഫിലെ ലാസ്റ്റ് മൊമെൻറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. ബട്ട് ഐ ഹാവ് നോ കംപ്ലൈൻറ്റ്, എനിക്കൊരു കംപ്ലൈൻറ്റും ഇല്ല. മേരി ജിന്ദഗി കി ഖൂബ് രഹി ഭായി ജി ഭർക്കർ ഉസ്സെ ഫോഗാ ഹെ. മേരി ജിന്ദഗി എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്, ഞാൻ നന്നായിട്ട് വെൽ ആയിട്ട് ഞാൻ എൻജോയ് ചെയ്തു. എൻ്റെ മൈൻഡ് മേരി ജി ഭർക്കർ ഫോഗാ ഹെ, ഞാൻ എൻ്റെ മൈൻഡ് ഫുൾ ഞാൻ എന്താണ് അനുഭവിച്ചു, ഞാൻ നന്നായിട്ട് എൻ്റെ ലൈഫ് എൻജോയ് ചെയ്തു. ഇനി എനിക്ക് മരിച്ചാലും ഒരു പ്രോബ്ലം ഇല്ല. ജബ് തക് ശരീർ മേ താക്കത്ത് രഹി, എപ്പോൾ വരെയാണോ ശരീരത്ത് ബലം ഉണ്ടായിരുന്നത്, താക്കത്ത് പവർ ഉണ്ടായിരുന്നത്, കൊയ് സുഖ് ഏസാ നഹി ബച്ചാ ജിസേ നാ ഭോഗാ ഹോഗ, അതായത് അപ്പോൾ എന്താണ് ശരീരത്തിന് താക്കത്തുണ്ടെങ്കിൽ എന്ത് സുഖവും അതായത് എൻ്റെ ലൈഫിലുള്ള എല്ലാം ഞാൻ എൻജോയ് ചെയ്തിരുന്നു. ദൂർ തക് ഉഡാനെ ഭരി ഹെ, ഞാൻ ഒത്തിരി ദൂരം ഞാൻ പറന്നു പോയിട്ടുണ്ട്. ആകാശ് കി അസീം ഊഞ്ചായിയോं को अपने पंखों से नाप आया है. ആകാശ് കി അസീം എന്ന് വെച്ചാൽ എൻഡ്, അത് സ്കൈയുടെ എൻഡിൽ വരെ ഞാൻ പോയിട്ടുണ്ട്. അപ്നെ പങ്കോം സെ നാപ്പ് ആയ ഹെ, എൻ്റെ പങ്ക് എൻ്റെ വിങ്സ് വെച്ചിട്ട് ഞാനതെല്ലാം ഞാൻ മെഷർ ചെയ്തിട്ടുണ്ട്. തുമാര ബെഡാ ദുർഭാഗ്യ ഹെ കി, നിങ്ങളൊരു വളരെ ദുർഭാഗ്യം, ഒരു ഭാഗ്യമില്ലാത്ത ഒരാളാണ്. കി തും ജിന്ദഗി പർ ആകാശിനെ ഉന്നേക്ക ആനന്ദ് കവി നഹി ഉഡാ ഭാവോगे, എന്താണ് ലൈഫിൽ ജീവിതത്തിൽ മുഴുവൻ എന്താണ് ആകാശമേ ഉന്നേക്കെ ആനന്ദ്, അതായത് ആകാശത്ത് പറക്കുന്ന ഒരു സന്തോഷം താങ്കൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. സാമ്പ് പറയുകയാണ് ആകാശ് സ്കൈ, ആകാശ് കൊല്ലേക്കാൾ ക്യാ ചാടുക, ആകാശത്ത് ചെന്നാൽ എനിക്കെന്ത് കിട്ടാനാണ്, ക്യാ ചാടുക എന്ന് വെച്ചാൽ ആകാശത്ത് ചെന്ന് ഞാനെന്തിനാണ്, മീൻസ് ഈ സ്നേക്ക് എന്ന് പറഞ്ഞാൽ സ്നേക്കിന് ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് നക്കുക എന്നുള്ളതാണ്. കാരണം ആകാശമേ രഖ ക്യാ ഹെ, അതായത് ആകാശത്തിൽ എന്താണുള്ളത്, കാരണം ആകാശത്തിൽ ചെന്ന് ഞാൻ എന്താ ടച്ച് ചെയ്യുന്നത്. ക്യാ മേം തുമാരെ ആകാശമേ രേങ്ക് സക്താഹും, സാമ്പിനെ സംബന്ധിച്ചിടത്തോളം സ്നേഹിക്കുന്ന എന്താണ്, സ്നേഹിന് ആകാശത്തിൽ എന്നാൽ രേങ്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ. നാ ഭായി തുമാര ആകാശ് തുമേ ഹിദ് മുബാറക്, ഒന്നുമില്ല ഭായി നിന്റെ ആകാശം നിനക്ക്, ഞാൻ ബൈ പറയുകയാണ്, എനിക്ക് ആകാശം വേണ്ട. മേരെ ലിയേ തു ഏക് ഗുഫ ഭലി, എനിക്ക് ഈ ഗുഫ തന്നെ, ഈ കേവ് തന്നെയാണ് എനിക്ക് ബെറ്റർ. ഇത്തിനി ആരാം ദേഹ് और सुरक्षित जगह और कहाँ मिलेगा,
ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ളതും സുരക്ഷിതമായിട്ടുള്ള ഇത്രയും സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലം വേറെ എവിടെ കിട്ടാനാണ്. സാബ് മൻഹി മൻ ബാജ്കി മൂർഖത പർ ഹാസ് രഹാത. അതായത് ഈ ബാജിന്റെ ഈ ഒരു മൂർഖത വിഡിതം കേട്ടിട്ട് സാമ്പ് മനസ്സിൽ ചിരിക്കുകയാണ്. അത് സോച്ചനെ ലഗാക്കി ചിന്തിക്കാൻ തുടങ്ങി. ആഖിർ ഉടനെ മേ രേങ്കിനെ ഒരു ബീച്ച് കോൺസാ ഭാരി അന്തർ ഹെ. അതായത് ആഖിർ ഉടനെ, അതായത് പറക്കുന്നതിലും ഈ ഇഴയുന്നതിലും തമ്മിൽ എന്തുമാത്രം ഡിഫറൻസ് ഉണ്ട്. അന്തമേതോ സബ്കെ ഭാഗ്യക്കോ മരണാഹി ലിഖാഹെ. എല്ലാവരും അവസാനം മരിക്കാനുള്ളവരാണ്. ശരീരം മിട്ടിക്കാഹെ, ശരീരം എന്ന് പറയുന്ന ബോഡി ആർക്കുള്ളതാണ്? മിട്ടിക്കാഹെ മിട്ടി മേഹം മിൽജായകെ. എപ്പോഴും മണ്ണിൽ തന്നെയാണ് തീരാനുള്ളത്, പറന്നാലും താഴെ വരും. അതാണ് ഇവിടെ സ്നേക്ക് പറയുന്നത്. अचानक बाज ने अपने झुका हुआ सिर ऊपर उड़ाया और उसकी दृष्टि सांब की गुफा में चारों ओर घूमने लगी. പെട്ടെന്ന് ഇങ്ങനെ കിടന്നിരുന്ന ബാജ് എന്ത് ചെയ്തു? എഴുന്നേറ്റിട്ട് സ്നേക്ക് കിടന്നിരുന്ന ആ ഗുഫയിൽ ഇങ്ങനെ ചുറ്റും കണ്ണുപിടിച്ചു. ചട്ടാനാമേ പടി ദരാറോമേ ഭാനെ കുബാബേ ടപക്കട്ടേക്കാത്ത. അതായത് ചട്ടാനാമേ പടി, അതായത് ഈ പാറയിൽ ഇങ്ങനെ ഇരുന്നിട്ട് എന്താണ്, ഒരുപാട് ക്രാക്സ് ഒക്കെ വീണിട്ടുണ്ട് ആ ഗുഫയ്ക്കകത്ത്. കേവ്സിനകത്ത് ഈ പാറക്കല്ലിനൊക്കെ ഒരുപാട് ക്രാക്സ് ഒക്കെ വീണിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, വെള്ളമുണ്ട്. പാനീമേ ടപക്കരാത്ത, കുറച്ച് വെള്ളമൊക്കെ ആ ഗുഫയിൽ കിടക്കുന്നു. സീലൻ അവർ അന്തേനമേ ഡൂബി ഗുഹമേ ഭയാനക ദുർഗന്ധ ഫൈലി ഹുയി. അതായത് നനവ് വളരെയധികം വെറ്റായിട്ട് തോന്നുന്നുണ്ട് ആ കേവിൻ്റെ അകം. ഒരു നീറ്റ്നെസ് ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ബാഡ് സ്മെല്ല് അതിനകത്തുനിന്ന് വരുന്നുണ്ട്. മാനോ പോയി ചീസ് വർഷം സെ പടി സഡ്ഗയി. തോന്നും വർഷങ്ങളായിട്ട് എന്തോ സാധനം അവിടെ ചീത്തയായിട്ട് കിടക്കുന്നതായിട്ട്, വളരെ ബാഡായിട്ടുള്ള സ്മെല്ലും വരുന്നുണ്ട്. ബാജിക്ക് മുഖസെ ബഡി ജോസെ കരുൺ ചീക്ക് കൂട്ടിപ്പടി കാശ് മേ സിർഫ് എക് ബാർ ആകാശ് മേ ഉത്പാദയ. പക്ഷെ അപ്പോൾ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് ബാജ് പറയുകയാണ്, ബാജിൻ്റെ മുഖത്തൊരു സങ്കടം, ഒരു കരുണ അവൻ്റെ മുഖത്തൊരു സങ്കടം പോലെ ഫീൽ ചെയ്തു. എന്നിട്ട് പറയുകയാണ്, എനിക്ക് എന്ന് പറഞ്ഞാൽ കാശ് എന്ന് പറഞ്ഞ ഇവിടെ മീനിങ് എന്ന് വെച്ചാൽ നമ്മളൊരു ആഗ്രഹത്തോടെ പറയുകയാണ്. വാവ് എന്നുള്ളൊരു മീനിങ് ആണ്, ആഗ്രഹത്തോടെ പറയുകയാണ്. എനിക്ക് മേം സിർഫ് എക് ബാർ ആകാശമേ ഉജ്ജാത്ത, എനിക്ക് ഒരിക്കൽ കൂടി ആകാശത്ത് പറക്കണമെന്ന് തോന്നുന്നു. ബാജ്കി ഏസി കരുൺ ചീക്ക് സുൻകർ സാമ്പ് കുച്ച് സിപ്പിട സാഗയ. അപ്പോൾ ഈ ബാജിൻ്റെ ഈ ഒരു കാര്യം കേട്ടപ്പോൾ സാമ്പ് എന്താണ്, പെട്ടെന്നും ഒരു ഫേസിലൊരു പേടി പോലെ വന്നു. കാരണം ഈ ഈഗിൾ എന്ന് പറഞ്ഞ സംഭവം എന്താണ്, സ്നേക്കിനെ എപ്പോഴും ആക്രമിക്കും. അതുകൊണ്ടാണ് ഈ സ്നേക്കിന് പേടി. ഈ ഈഗിളിന് ഇത്രയും ഇഞ്ചോർഡ് ആയതുകൊണ്ടാണ് സ്നേക്ക് ഈഗിളിൻ്റെ അടുത്ത് വന്നത്. एक क्षण के लिए उसके मन में उस आकाश के प्रति इच्छा पैदा हो गई. ഒരു മൊമെന്റിൽ ഈ ബാജിന്റെ മനസ്സിലോട്ട് എന്ത് വന്നു? പറക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. ജിസ്കെ വിയോഗമേ ബാജ് ഇത്തന വ്യാകുൽ ഹോക്കർ ചട്പടാ രഹ. അതായത് ജിസ്കെ വിയോഗമേ ബാജ് ഇത്തന വ്യാകുൽ ഹോക്കർ ചട്പടാ രഹാത. വളരെയധികം എന്താണ്, ഈ ഒരു കാര്യത്തിൽ വളരെയധികം റെസ്റ്റ്ലെസ് ആണെന്ന് തോന്നുന്നു ബാജ്. ഇങ്ങനെ സംഭവിച്ചതിൽ വളരെയധികം റെസ്റ്റ്ലെസ് ആണെന്ന് സാമിന് ഫീൽ ചെയ്തു. ഉസ്നെ ബാജിസെ കഹ. സ്നേക്ക് ബാജിനോട് പറഞ്ഞു, യദി തുമേ സ്വതന്ത്രത ഇത്തനി പ്യാരി ഹേ, നീ ഇത്രയും ഇഷ്ടപ്പെടുന്നോ, നിനക്ക് ഫ്രീഡം, തോ ഇസ് ചട്ടാൻ കെ കിനാരെ സെ ഊപ്പർ ക്യോ നഹി ഉഠ് ജാനെ കി കോശിഷ് കർത്തെ ഹേ. അതുകൊണ്ട് നീ എന്ത് ചെയ്യും? നീ ഒരു കാര്യം ചെയ്യും, ഈ ഒരു ചട്ടാൻ എന്ന് വെച്ചാൽ ഈ പാറക്കല്ലിൻ്റെയൊക്കെ മുകളിൽ നീ ഒന്ന് പറക്കാൻ ട്രൈ ചെയ്യും. ഹോ സക്താ ഹേ കി തുമാരെ പായരോ മേ അബി ഇത്തനി താക്കത്ത് ഭാഗ്യ ഹോ കി തും ആകാശ് മേ ഉഠ് സകോ. ഒരു പക്ഷേ നിന്റെ കാലുകൾക്ക് പവർ ഉണ്ടെങ്കിൽ നീ വീണ്ടും ആകാശത്തേക്ക് പറക്കും. കോശിഷ് കർണമേ ക്യാ ഹർജ് ഹേ, ട്രൈ ചെയ്യുന്നതിൽ എന്താ നഷ്ടം? ബാജ് മേ ഏകനായി ആശ ജഗുടി. ഇവിടെ ജഗുടി എന്നാണ്, ജഗല്ല ജാഗുടി എന്നാണ്. അതായത് ബാജിൻ്റെ മനസ്സിൽ അപ്പോൾ ഒരു പുതിയ പെട്ടെന്നൊരു ഇൻസ്പയർ ആയി, എന്താണ് സ്നേക്സിൻ്റെ വേർഡ്സ് ഇൻസ്പയർ ചെയ്തിട്ട് പെട്ടെന്നൊരു ഇൻസ്പിറേഷൻ ഉണ്ടായിട്ട് എന്താണ്, വഹ് ദൂനെ ഉത്സാഹസെ അപ്പനെ ഘായൽ ശരീരക്കോ ഘസീത്ത ഹുവാ ചട്ടാൻ്റെ കിനാരെ തക് ഖീഞ്ച് ലിയ. പെട്ടെന്ന് എന്ത് ചെയ്തു? വഹ് ദൂനെ ഉത്സാഹിച്ചെ. ദൂനെ മീൻസ് ഡബിൾ എന്ന് വെച്ചാൽ ഇരട്ടി ഉത്സാഹത്തോടുകൂടി അപ്പനെ ഘായൽ ശരീരം എന്ന് പറഞ്ഞാൽ ഇഞ്ചേർഡ് ആയിട്ടുള്ള ബോഡിയും കൊണ്ട് കസീത്ത മീൻസ് വലിച്ചഴച്ച് അവൻ തന്നെ കൊണ്ടുപോവുകയാണ്. അതായത് ഈ ബാജ് തന്നെ അവൻ്റെ ബോഡി വലിച്ചഴച്ച് കൊണ്ടുപോയി. ചട്ടാൻ്റെ കിനാരത്തെ കീഞ്ചിലായ. എന്നിട്ട് ആ ചട്ടാൻ മീൻസ് ആ വലിയൊരു പാറക്കല്ലിൻ്റെ അടുത്ത് വന്നു. ഖുലെ ആകാശ് കോ ദേഖ്കർ ഉസ്കി ആംഗേൻ ചമക്കുടി. ഈ ഖുലെ ആകാശ് മീൻസ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന എന്താണ് സ്കൈ കണ്ടിട്ട് അവൻ്റെ കണ്ണുകൾ ചമക്കുടി എന്ന് വെച്ചാൽ തിളങ്ങി. उसने एक गहरी लंबी सांस ली, ഡീപ്പായിട്ട് ഒരു ബ്രീത്ത് എടുത്തു, ശ്വാസം എടുത്തു. അവർ അപ്പനെ പങ്ക് പഴാക്കർ ഹവാമേ കുത്പട. എന്നിട്ട് എന്ത് ചെയ്തു? വിങ്സ് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്തു. ഹവാമേ കുത്പട, എന്നിട്ട് ആകാശത്തേക്ക് എന്താണ് ഹവാമേ കുത്പട, കാറ്റിലോട്ട് താഴെ വീണു.
किंतु उसके टूटे पंखों में इतनी शक्ति नहीं थी. പക്ഷേ എന്താണ് മുറിഞ്ഞ ആ ഒരു വിങ്സിന് അത്രയും ശക്തി ഇല്ലായിരുന്നു. उसके शरीर का बोझ संभाल सके. ശരീരത്തിന് ശരീരത്തിൻ്റെ ആ വെയിറ്റ് അതിന് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. പത്രസായ ഉസ്കാ ശരീരം ലുടക്ത ഹുവാ നദീമേ ജാഗില. പക്ഷേ ചട്ടാനിൽ തട്ടി അതിൻ്റെ ശരീരം വീണ്ടും മറിഞ്ഞ് അത് എവിടോട്ട് വീണു? നദീമേ ജാഗില, നദിയിൽ വീണു. एक लहर ने उठकर പെട്ടെന്ന് ഒരു വേവ്സ് വന്നു. ലഹർ ने उठकर उसके पंखों पर जमे खूने धो दिया. പെട്ടെന്നൊരു വേവ്സ് വന്നിട്ട് അതിൻ്റെ ബോഡിയിലെല്ലാം പറ്റിയിരുന്ന ബ്ലഡ് എല്ലാം കഴുകി തുടച്ചു. അതായത് ഈ വേവ്സ് വന്നപ്പോൾ उसके धक्केमांदे शरीर को सफ़ेद फेन से ढक दिया. പെട്ടെന്ന് ധക്കേമാന്തെ മീൻസ് വളരെയധികം ടയേർഡായിട്ടിരുന്ന ആ ഒരു ബോഡിയിലോട്ട് ഈ വെളുത്ത പതകളെല്ലാം കൂടെ അവരുടെ ദേഹത്ത് പറ്റിപ്പിടിച്ചു. കവർ ദിയ ധങ്ക് ദിയ മീൻസ് കവർ ചെയ്തു. फिर अपने गोद में समट कर उसे अपने साथ सागर की ओर चले. अपने गोद में അതായത് എന്നിട്ട് എന്ത് ചെയ്തു? अपने गोद में സബട്കർ എന്ന് വെച്ചാൽ ഈ വേവ്സിനെ അതിൻ്റെ മടിയിലേക്ക് ഒതുക്കി വെച്ചിട്ട് अपने साथ सागर की ओर चले. അതിൻ്റെ കൂടെ എന്ത് ചെയ്തു? സാഗർ സെ ലേ ചലി, സാഗരത്തിലോട്ട് കൊണ്ടുപോയി. ഓക്കെ, അപ്പോൾ നമുക്ക് സാഗരത്തിൽ കൊണ്ടുപോയിട്ട് ഇനി എന്ത് സംഭവിച്ചെന്ന് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഇത്രയും മതി. ഓക്കെ സ്റ്റുഡൻസ്, സീ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.